ഒരിക്കൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ പോവുകയാണ്. ശിഷ്യന്മാർക്ക് യേശു കർത്താവ് പറഞ്ഞ കാര്യം മനസ്സിലായില്ല. അത് ഗ്രഹിക്കാൻ കഴിയാത്തവണ്ണം അവർക്കത് മറഞ്ഞിരുന്നു. അതെന്താണെന്ന് ചോദിക്കാൻ പോലും അവർ ശങ്കിച്ചു. അതിൻ്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവരുടെ ഇടയിൽ ഒരു വാദം നടക്കുകയാണ്, തങ്ങളിൽ ആരാണ് വലിയവർ എന്ന്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും ദൈവശബ്ദത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെയും മനസ്സിലാകാത്തതിൻ്റെ കാര്യം നമ്മളിൽ ഒരു വാദം നടക്കുന്നുണ്ട്. ജഡീകമായ വാദങ്ങൾ. ഞാൻ വലുതാകണമെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ മുമ്പിലെത്തണമെന്നും ഞാനാണ് ശരിയെന്നും ഞാൻ മാത്രമാണ് ശരിയെന്നും എന്നെ എല്ലാവരും അനുസരിക്കണമെന്നുള്ള വലിയൊരു വാദം. നമ്മുടെ ജഡീകത എപ്പോൾ ഉയർന്നു നിൽക്കുന്നോ, ലോകത്തോടുള്ള ബന്ധം ദൈവത്തെക്കാട്ടിൽ കൂടുതൽ മുന്നിൽ നിൽക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവശബ്ദത്തെ കേൾക്കുവാനോ ദൈവം നമ്മളോട് പറയുന്ന വചനത്തിന്റെ മർമ്മങ്ങളെയും ആഴങ്ങളെയും തിരിച്ചറിയുവാനോ കഴിയത്തില്ല. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ ഇതെനിക്ക് മനസ്സിലാക്കി തരണം, ഇതെന്നോട് പറഞ്ഞു തരണമെന്ന്. പക്ഷേ എന്നാൽ അത് പലപ്പോഴും അത് ഗ്രഹിക്കാൻ കഴിയാത്തതിൻ്റെ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന ജഡീകതയും ലോകത്തോടുള്ള ബന്ധമാണ്. ഈ പകൽക്കാലം ജഡീകത വിട്ട് ലോകത്തോടുള്ള ബന്ധത്തെ ഇല്ലാതാക്കി പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അവൻ സകല സത്യത്തിന് നിന്നെ വഴികടത്തുകയും സകലത്തെക്കുറിച്ച് നിനക്ക് ബോധം വരുത്തി തരികയും ചെയ്യും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിലാക്കണമേ. നിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാനും നിന്റെ സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് കാൽച്ചുവട് വെക്കുവാൻ കർത്താവിനെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗുഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.